ബംഗ്ലാദേശ് വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാകുകയാണ്. ഇത്തവണ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ടാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ കോമില്ല ജില്ലയിലെ മുറാദ് നഗറിലെ രാമചന്ദ്രപൂർ പഞ്ച്കിറ്റ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവ വികാസം ഇപ്പോൾ ബംഗ്ലാദേശിനെ മാത്രമല്ല ഇന്ത്യൻ മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശിന്, അതായത് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ ഫോറിൻ അഫയേഴ്സ് ഇപ്പോൾ ബംഗ്ലാദേശിന് കർശനമായിട്ടുള്ള താക്കീത് നൽകി കഴിഞ്ഞു. ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിൻ്റെ സുരക്ഷ അത് നിങ്ങളുടെ ചുമതലയാണ് എന്ന്. സംഭവം ഈ ഗ്രാമത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അവളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയും ചെയ്ത കേസിൽ ആണ് ഇപ്പോൾ ഈ പ്രതിഷേധം അലയടിക്കുന്നത്. ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിനായി ബംഗ്ലാദേശിൽ വൻ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ആളുകളും സംഘടനകളും പ്രതിഷേധത്തിലാണ്. ഇന്നലെ രാത്രി ധാക്ക സർവകലാശാലയ്ക്ക് മുമ്പിലാണ് ഈ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിലെ മുഖ്യ പ്രതി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ബലാത്സംഗ കേസിലെ പ്രധാന പ്രതി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് BNP നേതാവാണ്. പ്രതി സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല സംഭവത്തിൻ്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. 36-കാരനായിട്ടുള്ള ഫജർ അലി ഉൾപ്പെടെ 4 പേരെ ഇപ്പോൾ പോലീസ് അവിടെ സ്വൈരവിഹാരം നടത്താനായി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതികളെ അവരെ പോലീസ് സ്വൈരവിഹാരത്തിന് വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊന്നത് ഒരു ഹിന്ദു സ്ത്രീ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത്. 36-കാരനായ ഫജർ അലി ഉൾപ്പെടെ 4 പേരെ ഇപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതി ഫജർ അലി പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ഈ പെൺകുട്ടിയെ മാരകമായി മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയും സംഭവത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുകയും ഇത് പുറത്തു പറഞ്ഞാൽ, ഞാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ബലപ്രയോഗത്തിലൂടെ ഇരയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം ഇയാൾ ഓടിപ്പോകാൻ ശ്രമിക്കവേ അവിടെയുള്ള ഹൈന്ദവ സമൂഹം ഇയാളെ പിടികൂടി വലിയ രീതിയിൽ ഇയാളെ മർദ്ദിച്ച് അവശനാക്കി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇയാൾക്കെതിരെ കാര്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതും മറ്റൊരു സുപ്രധാന കാര്യമാണ്. എന്തായാലും ബംഗ്ലാദേശിൽ സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഈ ഞെട്ടിക്കുന്ന സംഭവം ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിന് മുമ്പിൽ വിവിധ സമുദായത്തിൽ പെട്ടവർ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.